إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ അതിവേഗമാണ് വിശ്വാസികളിൽ നിന്ന് നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങളിലേക്കാണ് വിശ്വാസികൾ പ്രവേശിച്ചിട്ടുള്ളത്. അഥവാ റമദാനിന്റെ ആദ്യ നാളുകളെക്കാളും മധ്യനാളുകളെക്കാളും ഏറെ മഹത്വമേറിയ നാളുകളാണ് അതിന്റെ അവസാനത്തെ 10 ദിനങ്ങൾ. പുണ്യങ്ങൾ ഏറെ ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇബാദത്തുകളോടുള്ള താല്പര്യം ജനങ്ങളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതാണ്ട് റമദാനിൻ്റെതായ ചിന്തകളൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് പോകുകയും ഇനി വരാനിരിക്കുന്ന ഈദുൽ ഫിത്തറിനെ കുറിച്ചും അതിനു വേണ്ട ഒരുക്കങ്ങളെ കുറിച്ചുമുള്ള ആലോചനകളും ചിന്തകളുമാണ് പല ആളുകളുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഏതൊരു കാര്യത്തിന്റെയും അവസാന സമയങ്ങൾ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളാണ് അവർ ഭംഗിയാക്കേണ്ടത്, ഏറ്റവും ഫലവത്തായി ഉപയോഗിക്കേണ്ടത്. മഹാനായ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി അഖീറഹു, അല്ലാഹുവേ എന്റെ ആയുസ്സിന്റെ ഏറ്റവും അവസാനത്തെ നീ നന്നാക്കി തരണമേ. വ ഖൈറ അമലി ഖവാതിമഹു, റബ്ബേ എന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തെ നീ നന്നാക്കി തരണമേ. വ ഖൈറ അയ്യാമി യൗമ അൽഖാക്, റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളാകണമേ എന്റെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ഉത്തമമായ ദിവസം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ അവസാനത്തെ നന്നാക്കാൻ വേണ്ടി, അവസാനം നന്നാകുക എന്നുള്ളതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതിനാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഏറെ പുണ്യങ്ങളുള്ള ഈ 10 ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ദിനരാത്രങ്ങൾക്കുള്ള പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്രത്തോളം പ്രത്യേകത ഉണ്ടായത്? ഒന്നാമത്തെ കാര്യം, അത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു രാവ് ഉൾക്കൊള്ളുന്ന ഒരു ദിവസം വരുന്ന 10 ദിനങ്ങളാണ് ഈ അവസാനത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് റമദാനിലാണ്, റമദാനിന്റെ അവസാനത്തിലാണ്. അത് തന്നെ ലൈലത്തുൽ ഖദറിലാണ്.
ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ചെറിയൊരു അധ്യായത്തിലൂടെ അള്ളാഹു നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയുമോ? ഇങ്ങനെ തുടങ്ങി അതിന്റെ പ്രത്യേകതകൾ. അഥവാ വിശുദ്ധ ഖുർആനിന്റെ അവതീർണം നടന്ന ഒരു രാവുള്ള ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. ലോകാവസാനം വരെ മാനവ ലോകത്തിന്റെ ഐഹികവും പാരത്രികവുമായ സകലമാന നന്മകൾക്കും നിദാനമായ വേദഗ്രന്ഥത്തിന്റെ അവതീർണമുണ്ടായത് ഈ അവസാന 10 ദിവസങ്ങളിലെ ഒരു രാത്രിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ രാവ് ഏറ്റവും മഹത്തരമായി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാവിലാണ് നാം ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മഹത്തരമായ മുബാറകായ അനുഗ്രഹീതമായ രാവ്. ആ രാവേതാ? ആ രാവ് എന്നാണുള്ളത്? അതും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആനിന്റെ അവതീർണം ഉണ്ടായിട്ടുള്ളത് അത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിലെ അനുഗ്രഹീതമായ ഒരു രാവിൽ, ആ അനുഗ്രഹീതമായ രാവ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവാണ് എന്നാണ്. ആ ഖദറിന്റെ രാവുള്ളത് അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ ഒരു രാവാണ് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു സംശയമുണ്ടാകും, എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ രാത്രിയിൽ അവതരിച്ചത് എന്നുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഇറക്കിയത്. മഹാനായ മുഫസ്സിർ, തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഹബ്റു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം പറഞ്ഞു, അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദി ഇലാ ബൈത്തിൽ ഇസ്സതി മിനസ് സമാഇ ദുനിയ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്കാണ് അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിച്ചത്. സുമ്മ നസല മുഫസ്സല, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രത്യേകമായി കുറച്ചായി بحسب الوقائع في 23 سنة على رسول الله صلى الله عليه وسلم. പ്രവാചകന്റെ ജീവിതകാലത്ത് 23 വർഷത്തിനിടക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമായി വിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ എടുത്തു കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു രാവുള്ള ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അപ്പൊ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. ചില ആധുനിക ചിന്താഗതിക്കാരായ ആളുകൾ പറയുന്നു, അത് എല്ലാ കൊല്ലവും ആവർത്തിക്കപ്പെടുകയില്ല, അന്നത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ അവതീർണത്തോടുകൂടി ലൈലത്തുൽ ഖദർ അവസാനിച്ചു എന്ന് പറയുന്ന ചിന്താഗതിക്കാരായ ആളുകളെ മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിൽ പോലും ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ ആ ആയത്തുകളിൽ, ആ സൂറത്തുകളിൽ തന്നെ അതിനു മറുപടിയുണ്ട്. ഏതാണ് ലൈലത്തുൽ ഖദർ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് ഖുർആൻ പറഞ്ഞു. അന്നേ രാത്രി മലക്കുകളുടെ നേതാവായ റൂഹുൽ അമീനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇറങ്ങി വരുന്ന ദിവസമാണത് എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് അവിടെ അള്ളാഹു പ്രയോഗിച്ചൊരു പദമുണ്ട്, തനസ്സലു എന്നാണ്. അറബി ഭാഷ അനുസരിച്ച് മുളാരിയായ പദത്തിന് ഭാവി കാലത്തെയും വർത്തമാനകാലത്തെയും സൂചിപ്പിക്കുന്ന ഒരു അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ എന്ന് അള്ളാഹു പറഞ്ഞത്. എല്ലാ കൊല്ലവും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും, അന്നത്തോടുകൂടി അത് അവസാനിച്ചിട്ടില്ല എന്നാണ്. ഇനിയോ ആ രാവിന്റെ മഹത്വം എന്താണ്? ആ രാവിന്റെ ശ്രേഷ്ഠത എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു രാവാണ് ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്ന് പറഞ്ഞു. ഇസ്ലാമിൽ
ചിലതിനേക്കാൾ പ്രത്യേകതകളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, ബഹുമാനങ്ങളുണ്ട്. സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്ഥലം അത് അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. പള്ളികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പള്ളി 1 മസ്ജിദുൽ ഹറം, 2 മസ്ജിദുൻ നബവി, 3 മസ്ജിദുൽ അഖ്സ, ബാക്കി അതിന് ശേഷം വരുന്നതാണ്. അല്ലെ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്, ആഴ്ചയിൽ. അതുപോലെ തന്നെ യൗമ അറഫ, അറഫ ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം അത് ദുൽഹിജ്ജ മാസമാണ്. അതുപോലെ തന്നെ പിന്നെ റമദാനാണ്. ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ അല്ലാഹുവിന്റെ റസൂലും മഹത്തരമായി പഠിപ്പിച്ചിട്ടുണ്ടോ, ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവക്ക് വേണ്ട സ്ഥാനങ്ങളും മഹത്വങ്ങളും നൽകുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാവ്. ആദരിക്കപ്പെടേണ്ട രാവാണത്. എങ്ങനെയാണ് ആ രാവിനെ ആദരിക്കപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ റസൂലും ഏത് രൂപത്തിൽ പഠിപ്പിച്ചുവോ അങ്ങനെ അതിനെ ആദരിക്കണം. എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ എഴുന്നേറ്റിട്ടുണ്ട് ഈമാനോടുകൂടി അതുപോലെ തന്നെ പ്രതിഫലേച്ഛയോടുകൂടി ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ ഉത്തമമായ ഒരു രാവ് ഖൈറും മിൻ അൽഫി ശഹ്റുന, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവ്. ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് നേടാൻ കഴിയാത്തത് ഒരൊറ്റ രാവ് കൊണ്ട് നേടാൻ കഴിയും. നമ്മുടെ അഥവാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ആയുസ് എത്രയാണ്? 60-70-70-ന്റെയും 70-ന്റെയും ഇടയിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 83 ചില്ലാനും വർഷങ്ങൾ. 83 വർഷത്തിലും ചില്ലാനും മാസങ്ങളും വരുന്ന അത്രയും കാലം ഇബാദത്ത് ചെയ്ത, നന്മ ചെയ്ത പ്രതിഫലമാണ് ആ ഒരൊറ്റ രാവ് കൊണ്ട് ഒരു മനുഷ്യന് നേടാൻ സാധിക്കുന്നത് എന്നാണ്. അത്രയും മഹത്വമേറിയ രാവ് എന്നാണ്. ആ രാവ് എന്നാണ് ആ രാവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ, അതിലെ ഒറ്റയായ ദിനരാത്രങ്ങളിൽ നിങ്ങൾ ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്നാണ്. കൃത്യമായി റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ വന്നിട്ടുള്ളത് ഒറ്റ അവസാനിക്കുന്ന എന്ന് പറഞ്ഞ് ഇരട്ട ദിവസങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച രൂപത്തിലുള്ള ഹദീസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനിന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലും ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്നാണ്. റസൂലുള്ളാഹി ഇന്ന ദിവസമാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു തരാൻ വന്നിരുന്നു. നോക്കൂ നിങ്ങൾ, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് ഏതാണ് എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നു. ആ സമയത്ത് ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 ആളുകൾ പരസ്പരം ശണ്ട കൂടുന്നത്, അവർ പരസ്പരം കലഹിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അങ്ങനെ റസൂലുള്ളാഹി പറയാണ്, ഖറജതു, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലിഉഖ്ബിറകും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടിയാണ്. എന്തിനെ സംബന്ധിച്ച്? ബിലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നത്. പക്ഷേ ഫതലാഹ ഫുലാൻ വ ഫുലാൻ, ഇന്നാലിന്ന മനുഷ്യന്മാര് പരസ്പരം ശണ്ട കൂടുന്നതും അവർ പരസ്പരം കലഹിക്കുകയും ചെയ്തത് കാരണത്താൽ ഫറുഫിഅത്, അത് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. അതെന്താണെന്ന് എനിക്ക് അറിയിക്കപ്പെട്ടിരുന്നു. അത് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. വഅസ അൻ യകൂന ഖൈറൻ ലക്കും, വഅസ അൻ യകൂന ഖൈറൻ ലക്കും, അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം, അത് നിങ്ങൾക്ക് ഉത്തമമായ ഖൈറായേക്കാം, ഒരു നല്ല നന്മയായേക്കാം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലെങ്ങാനും ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണെന്ന് കൃത്യപ്പെടുത്തി പറഞ്ഞു തന്നിരുന്നു എങ്കിൽ അന്ന് മാത്രം മനുഷ്യന്റെ ഇബാദത്ത് ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ മടിയന്മാരും അലസന്മാരുമായി മനുഷ്യൻ മാറുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അസാ അൻ യകൂന ഖൈറൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്,
അത് നിങ്ങൾക്ക് ഗുണമാണ്. അതുകൊണ്ട് ഫൽതമിസുഹാ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം. ഫിത്താസിഅ വസ്സാബിഅ വൽഖാമിസ, 5-ലാകട്ടെ 7-ലാകട്ടെ 29-ലാകട്ടെ നിങ്ങൾ അതിനെ അന്വേഷിക്കണമെന്നാണ്. 25-ഓ 27-ഓ 29-ലോ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനന്വേഷിക്കണം. അഥവാ ഒറ്റയായ ദിനരാത്രങ്ങളിൽ നിങ്ങൾ അതിനന്വേഷിക്കണമെന്നാണ്. ഇനിയോ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ, ആ ദിനരാത്രങ്ങളിൽ നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചര്യ എന്തായിരുന്നു? അവിടുത്തെ ഇബാദത്തുകൾ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റ, അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദൽ മിഅ്സറ, പ്രവാചകന്റെ അരയുടുപ്പൊന്ന് പ്രവാചകൻ മുറുക്കിയെടുക്കും. വഅഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. വഅയഖള അഹ്ല, കുടുംബങ്ങളെ ഉണർത്തും, വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത് വശദ്ദൽ മിഅ്സർ, അരയുടുപ്പ് മുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലാണ്. ഒന്ന്, ഒരു കാര്യം ചെയ്യാനുള്ള ഉന്മേഷത്തോടുകൂടി, അതുപോലെ തന്നെ ആരോഗ്യത്തോടുകൂടി, ഉഷാറോടുകൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന അർത്ഥത്തിലും. രണ്ടാമത്തത് സ്ത്രീകളെ ഒഴിവാക്കുക, അഥവാ ആ അവസാന 10 ദിനങ്ങളിൽ സ്ത്രീകളുമായുള്ള സംസർഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നർത്ഥത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന്, അതുകൊണ്ട് അതിന് തയ്യാറാകണം. രണ്ടാമത്തത് വഅഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കണം. കഴിഞ്ഞ 20 ദിവസങ്ങളിലും രാത്രികളിൽ നമ്മൾ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ 10 ദിനരാത്രങ്ങളിൽ രാത്രിയെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. എങ്ങനെയാണ് അത് ജീവിപ്പിക്കേണ്ടത്? അങ്ങാടികളിലല്ല, ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്ക് മുന്നിലല്ല, ഏതെങ്കിലും രാത്രികാല കച്ചവടത്തിന് മുന്നിൽ തീറ്റകൾക്ക് വേണ്ടി, കുടികൾക്ക് വേണ്ടി മത്സരിക്കുന്നതിന് മുന്നിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ, അതല്ലെങ്കിൽ വീടുകളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, ദിക്റിലായിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലായിക്കൊണ്ട്, പ്രാർത്ഥനയിലായിക്കൊണ്ടാണ് അഹിയൽ ലൈൽ, രാത്രിയെ ജീവിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കണം. മൂന്നാമത്തത് വഅയഖള അഹ്ല, കുടുംബങ്ങളെ വിളിച്ചു നടത്തണം. തനിക്ക് മാത്രം കിട്ടിയാൽ പോലെ ഈ പുണ്യം തന്റെ ഭാര്യക്ക് കിട്ടണം, തന്റെ മക്കൾക്ക് കിട്ടണം, തന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്റെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളെയും വിളിച്ചുണർത്തുകയും അവർക്ക് ഈ പുണ്യം നേടാൻ, ഈ പുണ്യം ലഭിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നാണ്. ഒന്നും അവസാനിച്ചില്ല. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി എന്ന, മറ്റുള്ള ദിവസങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും അവസാനത്തെ 10 ആയാൽ പള്ളിയിൽ ആളുകളില്ല, ജമാഅത്തുകൾക്ക് ആളുകൾ കുറയുന്നു, രാത്രി നമസ്കാരങ്ങൾക്ക് ആളുകൾ കുറയുന്നു, പള്ളിയിൽ അള്ളാഹുവിനെ വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്നതിൽ ആളുകൾ കുറയുന്നു. നമ്മുടെ ചെറുപ്പക്കാരെവിടെയാണ്? നമ്മുടെ യുവാക്കൾ എവിടെയാണ്? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പുതിയ ഭക്ഷണ വിഭവത്തിന്റെയോ അല്ലെങ്കിൽ കുടിക്കാനുള്ള പാനീയത്തിന്റെയോ വ്യത്യസ്തമായ പേരുകളിൽ അങ്ങാടികളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി നട്ടപ്പാതിര വരെയും അത്താഴം കഴിക്കുന്നത് വരെയും സുബിഹി വരെയും അങ്ങാടികളിലൂടെ ചുറ്റിക്കറങ്ങുകയും അങ്ങാടികളിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മുടെ യുവത്വം, നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. എന്തുകൊണ്ടാണിത്? അതുകൊണ്ട് തന്നെ ഈ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി അവസാന സമയത്ത് പള്ളികളിൽ നിന്ന് ആളുകൾ കുറയുകയല്ല, ഇതുവരെ ഉണ്ടാകുന്നതിനേക്കാൾ കഴിഞ്ഞ 20 ദിവസങ്ങളേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്തുകളിൽ മുഴുകേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റു പല ആളുകൾ ലൈലത്തുൽ ഖദറിനെ ആദരിക്കുന്നത് പ്രത്യേകമായ ആചാരങ്ങളും ചടങ്ങുകളും മാമൂലുകളും നടത്തിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും വിചാരിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 27 രാവിലെ മാത്രമാണ്. എന്നിട്ട് അന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ അന്ന് യാചനയ്ക്ക് വേണ്ടി ആളുകൾ ഇറങ്ങുന്നു.
ഇസ്ലാമിലെ നിർബന്ധ ദാനമായ സക്കാത്ത്, ഇനി ഐച്ഛികമായ സ്വതക്ക, അതിങ്ങനെ ഇറന്നുപോയി വാങ്ങേണ്ടതല്ല. മുസ്ലിം സമുദായത്തിലെ മുസ്ലിം നാമധാരികൾ ആ ദിവസം റോഡുകളിൽ ഇറങ്ങി, അല്ലെങ്കിൽ വലിയ വലിയ സമ്പന്നന്മാരുടെ വീടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യാചനക്കിറങ്ങുന്ന കാഴ്ച കാണുന്നു. പണ്ടൊക്കെ 27-ാം രാവിന് മാത്രം ഉണ്ടായിരുന്നത്, ഇന്ന് റമദാനിന്റെ 1 മുതൽ യാചകരെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അന്ന് പ്രത്യേകമായ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി ആ ദിവസത്തെ അവർ ഒരു ആഘോഷമായി കൊണ്ടാടുന്നു. എവിടുന്ന് കിട്ടിയതാണിത്? ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിരിക്കേണ്ടതിന് പകരം സ്വലാത്തുകൾ എന്ന പേരിൽ, ദിക്റുകൾ എന്ന പേരിൽ പറമ്പുകളിലേക്കും പാടത്തേക്കുമൊക്കെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോകുകയും അങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങളാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഇസ്ലാം പറഞ്ഞു തന്നതുമല്ല. മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടണം. അങ്ങനെയാണ് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ്. ഇനിയോ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രത്യേകം ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണ് എന്ന് എനിക്ക് അറിയാൻ കഴിയുകയാണെങ്കിൽ ഞാൻ അന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, നീ മാപ്പാക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫഅഫു അന്നി, എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ, എനിക്ക് നീ മാപ്പ് നൽകണമേ, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നിരന്തരമായി നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ ഈ പ്രാർത്ഥനകൾ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ ധാരാളമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, പ്രാർത്ഥനയും നോമ്പും അഭേദ്യമായ ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആൻ നോമ്പിന്റെ അഹ്കാമുകൾ, അതിന്റെ ആദാബുകൾ, വിധിവിലക്കുകൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. തുടർന്ന് ഇങ്ങനെ വഴുപോക്കോണ ആ ആയത്തുകൾക്കിടയിൽ ഒരു ആയത്ത് കാണാം. എന്താണ് ആ ആയത്ത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്ത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ എന്നാണ്. നോക്ക് നിങ്ങൾ, ആദ്യത്തെ ആയത്തുകൾ റമദാനിനെ കുറിച്ചാണ്. ഈ ആയത്തിന് ശേഷമുള്ളതും റമദാനിന്റെ വിധിവിലക്കുകളും അഹ്കാമുകളുമായി ബന്ധപ്പെട്ട. അതിനിടെ അല്ലാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണെന്ന് പറയാം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനും നോമ്പൊക്കെ പ്രാർത്ഥനയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരു മടിയും കാണിക്കാതെ, അതിൽ യാതൊരു അലസതയും കാണിക്കാതെ നിരന്തരമായ റബ്ബിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 10 ഈ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന അത് നമ്മൾ അധികരിപ്പിക്കുക. അങ്ങനെ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ നമുക്ക് സുന്നത്തായ മറ്റൊരു ഇബാദത്ത് കൂടിയുണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുക എന്നുള്ളതാണ്. പ്രബലമായ സുന്നത്താണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇബാദത്തുകളിൽ മുഴുകുക എന്ന ഉദ്ദേശത്തിൽ ഏതെങ്കിലും പള്ളിയിൽ കഴിച്ചുകൂടുക എന്നുള്ളതാണ്. ഈ ഇഅ്തികാഫ് എന്ന ഇബാദത്ത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വരെ അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കഅബയുടെ പുനർനിർമ്മാണത്തിന് കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ പറഞ്ഞൊരു വാചകത്തിൽ കാണാം,
അള്ളാഹുവിന്റെ കൽപ്പനയിൽ കാണാം, വാഹിദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ ത്വഹിറാ ബൈതിയ ലിത്വാഇഫീന വൽആഖിഫീന വറുഖഇസ് സുജൂദ്. അഥവാ അവരോട്, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോടൊക്കെ അള്ളാഹുവിന്റെ ആ ഭവനത്തെ ശുദ്ധീകരിക്കാൻ പറഞ്ഞത് ലിത്വാഇഫീൻ, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, വൽആഖിഫീന എന്നാണ്, ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക്. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ അള്ളാഹു നേരത്തെ മറ്റു പല സമുദായങ്ങൾക്കും നിയമമാക്കിയ ഒരു ഇബാദത്ത് കൂടിയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇഅ്തികാഫ് സുന്നത്തായ, പ്രബലമായ സുന്നത്തായ 10 ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു അൽ-അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ, റസൂലുള്ളാഹി വഫാത്താകുന്നത് വരെ. ثم يعتكف ازواجه من بعده, പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ പത്നിമാർ, നമ്മുടെ ഉമ്മമാർ, അവരും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ വളരെ കൃത്യമായി നമുക്ക് കാണാം. ആ ഇഅ്തികാഫിന്റെ ലക്ഷ്യം എന്താ? അല്ലാഹുവുമായുള്ള ആത്മബന്ധം ദൃഢീകരിക്കുക, മനസ്സ് അവനിൽ മാത്രം കേന്ദ്രീകരിക്കുകയും സൃഷ്ടികളുമായുള്ള ബന്ധം വിട്ട് സൃഷ്ടാവുമായി ബന്ധപ്പെടുക എന്ന ലക്ഷ്യമായിരിക്കണം അതിനുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ അത് എവിടെയായിരിക്കണം? അള്ളാഹുവിന്റെ ഭവനങ്ങളിലായിരിക്കണം, പള്ളികളിലായിരിക്കണം. കാരണം എന്താ? പള്ളികൾ എന്ന് പറയുന്നത് ജീവിതധാരയിൽ ആത്മീയതയുടെ വെളിച്ചം ലഭിക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ എന്ന് വിശുദ്ധ ഖുർആൻ പള്ളികളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു തന്നതാണ്. ജീവിതത്തിന്റെ മുഴുവൻ ചുറ്റുപാടുകളും മാറ്റിവെച്ച് രാവും പകലും എത്തേണ്ട കേന്ദ്രങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അതാണ് പള്ളികൾ എന്ന് പറയുന്നത്. ആത്മവിശുദ്ധി ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വഭാവം പറഞ്ഞപ്പോ, കച്ചവടമോ അതുപോലെ തന്നെ മറ്റുള്ള ക്രയവിക്രയങ്ങളോ അവരെ അശ്രദ്ധമാക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് പള്ളിയുടെ ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ നിഅലല്ലാതെ മറ്റൊരു നിഅലുമില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ നിഅൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് എന്നാണ്. പള്ളികളുമായി കൊണ്ട് ആത്മബന്ധമുള്ള, ഹൃദയബന്ധമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ഇഅ്തികാഫ് എന്ന് പറയുന്നത് അത് പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത് എന്നാണ്. എന്താണ് ഈ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു നിശ്ചിത സമയം ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ. അഥവാ ശുദ്ധിയോടെ, ഭക്തിയോടെ പള്ളിയിൽ താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ അവിടെ നമസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, പ്രാർത്ഥിക്കുക, ദിക്റുകൾ ചൊല്ലുക, തസ്ബീഹുകൾ നടത്തുക, സ്വലാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുക, ഇങ്ങനെ തുടങ്ങി ഇസ്ലാം പറഞ്ഞിട്ടുള്ള പുണ്യകരമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. ഇത് പ്രബലമായ സുന്നത്താണ്. അവസാനത്തെ 10 ഏറ്റവും പ്രബലമാണ് എന്നുള്ളതാണ്. കാരണം ഇഅ്തികാഫ് പ്രബലമായ സുന്നത്താണ് എന്നും അതുപോലെ തന്നെ അത് നിർബന്ധമില്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ ഏകകണ്ഠമായ അഭിപ്രായമുണ്ട്, ഇജ്മാ ആയ അഭിപ്രായമുണ്ട്. എന്നാൽ ആരെങ്കിലും അത് നേർച്ചയാക്കിയാലോ അത് നിർബന്ധമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി നദർതു ഫിൽ ജാഹിലിയ അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കണമെന്ന് ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തു ചെയ്യണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഔഫി ബിനദിരിക്കണം, നിന്റെ നേർച്ച നീ വിട്ട് ഫഅ്തകിഫ് ലൈല, ആ ഒരു രാത്രി നീ ഇഅ്തികാഫിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, ജാഹിലിയ കാലത്ത് ചേർന്ന നേർച്ച. പക്ഷെ ആ നേർച്ച അള്ളാഹുവിനുള്ളതായതുകൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായപ്പോൾ ആ നേർച്ച വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര സമയവുമാകാം. ഒരാൾക്ക് 10 ദിവസവും ഇരിക്കാൻ കഴിയും. 10 ദിവസം അല്ല, ഒരു ദിവസമാണോ, അല്ല രാത്രി മാത്രമാണോ, പകല് മാത്രമാണോ, എങ്ങനെയായാലും അങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയിൽ കഴിച്ചു കൂട്ടുക, ആ നിയ്യത്തോടു കൂടി കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇഅ്തികാഫ് ഇന്ന് ആളുകൾക്ക് ഒരു വിഷയമല്ല, അഥവാ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് ഇമാം സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകളെ കുറിച്ച് പറയാണ്, ജനങ്ങളുടെ കാര്യം എത്ര അത്ഭുതകരമാണ്, എത്ര ആശ്ചര്യകരമാണ്. അവരെങ്ങനെയാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുക? എങ്ങനെയാണ് ഇഅ്തികാഫ് അവർ ഉപേക്ഷിക്കുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സുന്നത്തായ പ്രവൃത്തികളും പ്രവാചകൻ ചിലപ്പോൾ ചെയ്യുകയും ചിലപ്പോൾ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ അവിടുന്ന് ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. മരിക്കുന്ന അവസാനത്തെ റമളാനിൽ പ്രവാചകൻ 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നത് എന്ന് ഇമാം സുഹരി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയാണ്. നോക്കൂ നിങ്ങൾ, ജനങ്ങളുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. അന്ന് ഇമാം സുഹരി പറഞ്ഞ ആ വർത്തമാനമാണ് ഇന്നും നമുക്ക് ആളുകളോട് പറയാനുള്ളത്. എത്ര അത്ഭുതകരമാണ്, ആശ്ചര്യകരമാണ്. ആളുകൾ അവസാനത്തെ 10 പള്ളിയിൽ കാണുന്നില്ല. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇബാദത്തുകളിലായിക്കൊണ്ട് കഴിച്ചുകൂട്ടാൻ ആളുകളെ കാണുന്നില്ല. മരിച്ചവർ അങ്ങാടികളിലൂടെ അതുപോലെ തന്നെ ഷോപ്പിങ്ങുകളിലൂടെ സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മഹത്തായ ഒരു രാത്രി, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ആയുസ് കൊണ്ട് നേടാൻ കഴിയാത്തത് ഒരു രാത്രി കൊണ്ട് നേടാൻ കഴിയുന്ന ഈ ദിനരാത്രങ്ങളെ നഷ്ടപ്പെടുത്താതെ വിശ്വാസികളെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇഅ്തികാഫ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ഇരിക്കാമോ? സ്ത്രീകൾ ഇഅ്തികാഫിരിക്കുന്നതിനെ പറ്റി എന്താണ്? സ്ത്രീകൾക്കും ഇഅ്തികാഫിരിക്കൽ സുന്നത്താണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നുള്ളതാണ്. കാരണം സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ആ മറിയം ബീവി ഇഅ്തികാഫിരുന്ന സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പ്രവാചകന്റെ കൂടെ ജീവിതകാലത്തും പ്രവാചകൻ വഫാത്തായതിനു ശേഷവും അവർ പ്രവാചകന്റെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ അവർ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസാനത്തെ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനായേക്കാം ഇത്. അതുകൊണ്ട് തന്നെ അടുത്ത റമളാനിൽ അല്ലെങ്കിൽ ഈ റമളാനിനെ പൂർത്തിയാക്കാൻ ഇതുപോലെ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കൊരാൾക്കും ഉറപ്പില്ല. അതുകൊണ്ട് കിട്ടിയ സന്ദർഭം, കിട്ടിയ സാഹചര്യം, അല്ലാഹു തന്നിട്ടുള്ള നിഅമത്ത്, നമ്മുടെ ആയുസ്സാകുന്ന നിഅമത്ത്, ആ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തി ഈ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം.